2026 ജനുവരി 27 ചൊവ്വാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് വിപണിക്ക് അവധിയായതിനാൽ 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാർക്കറ്റ് തുറക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ആഗോള വിപണികളിലെ ചലനങ്ങൾ ജനുവരി 26 ഇന്ത്യൻ വിപണി അവധിയായിരുന്നപ്പോൾ അമേരിക്കൻ, യൂറോപ്യൻ വിപണികളിൽ നടന്ന വ്യാപാരത്തിന്റെ പ്രതിഫലനം ചൊവ്വാഴ്ച രാവിലെ നമ്മുടെ വിപണിയിൽ ദൃശ്യമാകും. US വിപണിയിലെ ടെക് ഓഹരികളുടെ മുന്നേറ്റമോ ഇടിവോ IT സെക്ടറിനെ ബാധിക്കും. ഏഷ്യൻ വിപണികളായ നിക്കി, ഹാങ് സെങ് എന്നിവയുടെ പ്രകടനം രാവിലെ വിപണിയുടെ ദിശ നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. കേന്ദ്ര ബജറ്റ് മുന്നൊരുക്കങ്ങൾ. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള അനിശ്ചിതത്വം വിപണിയിലുണ്ടാകും. ബജറ്റിലെ നികുതി പരിഷ്കാരങ്ങളെക്കുറിച്ചും മൂലധന നേട്ട നികുതിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ നിക്ഷേപകർക്കിടയിൽ ജാഗ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് പണിമുടക്കും. ബാങ്കിംഗ് സെക്ടറും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ജനുവരി 27 അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 5 ദിവസത്തെ പ്രവൃത്തിയാഴ്ച എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ സമരം. ഇത് ബാങ്ക് നിഫ്റ്റിയെയും പൊതുമേഖലാ ബാങ്ക് ഓഹരികളെയും ബാധിച്ചേക്കാം. കൂടാതെ ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയുടെ പാദഫലങ്ങളും ബാങ്കിംഗ് ഇൻഡെക്സിനെ സ്വാധീനിക്കും. പ്രധാന കമ്പനികളുടെ പാദഫലങ്ങൾ ജനുവരി 27 വിപണിയിലെ പ്രമുഖ കമ്പനികളായ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഏഷ്യൻ പെയിന്റ്സ്, മാരിക്കോ, വോഡഫോൺ ഐഡിയ തുടങ്ങിയവയുടെ മൂന്നാം പാദഫലങ്ങൾ പുറത്തുവരാനുണ്ട്. ഈ ഓഹരികളിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ നിക്ഷേപകരുടെ നിലപാട്. ജനുവരി മാസത്തിൽ തുടർച്ചയായി വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിക്കുന്നത് വിപണിക്ക് വലിയ വെല്ലുവിളിയാണ്. ആഗോളതലത്തിലെ പലിശ നിരക്കുകളെക്കുറിച്ചുള്ള ആശങ്കകളും US ഫെഡറൽ റിസർവ് യോഗത്തിന് മുന്നോടിയായുള്ള ജാഗ്രതയും നിക്ഷേപകരെ സ്വാധീനിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ. രൂപയുടെ മൂല്യം. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പെയിന്റ്, ടയർ, ലോജിസ്റ്റിക്സ് ഓഹരികളെ ബാധിക്കും. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് നീങ്ങുന്നത് വിപണിയിലെ സെന്റിമെന്റ്സിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതിക നിലവാരം. ടെക്നിക്കൽ ലെവൽസ്. നിഫ്റ്റി 25,000 എന്ന നിർണായക നിലവാരത്തിന് മുകളിൽ തുടരുമോ എന്നത് പ്രധാനമാണ്. 25,000-ന് താഴെ പോവുകയാണെങ്കിൽ 24,700 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് 25,400-ന് മേഖല ശക്തമായ പ്രതിരോധമായി തുടരുന്നു. ചുരുക്കത്തിൽ ബജറ്റിന് മുന്നോടിയായുള്ള വോളറ്റിലിറ്റിയും ബാങ്ക് പണിമുടക്കും ആഗോള വിപണികളിലെ മാറ്റങ്ങളുമായിരിക്കും ചൊവ്വാഴ്ചത്തെ വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നത്.